ഓണത്തിന്റെ പേരിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ മാസത്തിൽ ഒരിക്കലാണ് വീട് ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളത്. അടിക്കലും തുടക്കലെല്ലാം നടക്കാറുണ്ടെങ്കിലും കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് ജനലും വാതിലും എല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു ക്ലീനിങ് ഇല്ലേ, അതൊക്കെ മാസത്തിൽ ഒരിക്കലേ ചെയ്യാറുള്ളൂ കേട്ടോ. ഈ കാണുന്നതെല്ലാം അകത്തുണ്ടായിരുന്നതല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം വീട് ഫുള്ളായിട്ടൊന്ന് കഴുകി എടുത്തിരുന്നു. ആ സമയത്ത് ഫ്രണ്ടിൽ ആ ചുമരിന്റെ മുകളിലെല്ലാം വെച്ചിരുന്ന ചെടിച്ചട്ടികളിലെല്ലാം സൈഡിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇനി പകത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം അതിനെയൊക്കെ വീണ്ടും പഴയ പോലെ ആക്കാൻ. ഇന്നിപ്പോ ഈ ക്ലീനിങ് പരിപാടിയെല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി ഉണ്ട്. ആൾക്ക് വീഡിയോയിൽ വരാനുള്ള മടികാരനാണ് കേട്ടോ, ഞാൻ ആളെ കാണിക്കാത്ത. സത്യത്തില് റൂമിനകത്തിരുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കലും ആ ചെടികളിലെ എല്ലാം മാറ്റലും പിന്നെ ഇതാ ഇതുപോലുള്ള സ്റ്റാൻഡിലെ സാധനങ്ങളൊക്കെ ഒതുക്കലും മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തത്. ബാക്കി റൂമിലെ പൊടികളെല്ലാം തട്ടി ജനലും വാതിലെല്ലാം തുടച്ച് തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി തന്നതൊക്കെ ചേച്ചി തന്നെയാണ്. നമ്മൾ എപ്പോഴും പണി തുടങ്ങാറുള്ളത് മോളിൽ തന്നെയാണ് കേട്ടോ. മോളത്തെ ഫുൾ ആയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് താഴെ ചെയ്യാറുള്ളത്. എനിക്കിന്നിപ്പോ താഴത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സത്യത്തിൽ താഴെ എത്തിയപ്പോ വീഡിയോ എടുക്കേണ്ടതെന്നുള്ളൊരു കാര്യമേ എനിക്ക് വിട്ടുപോയിട്ട് ഈ പണി ചെയ്യുന്ന തിരക്കിൽ. മോന്റെ ഈ റൂമിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മാറ്റാനും വൃത്തിയാക്കാനും സമയം എടുക്കാറുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ അടുക്കളയിലാണ്. പിന്നെ അടുക്കള ഞാൻ മാസത്തിൽ ഒരിക്കലേക്ക് വെക്കാറില്ല കേട്ടോ. സമയം കിട്ടുന്ന സമയത്ത് ഒരു 10 ദിവസം ഗ്യാപ്പിലൊക്കെ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചേച്ചി വീട്ടിലോട്ട് വരുന്ന 1-2 ദിവസം മുൻപേ തന്നെ അടുക്കള ഏകദേശം ക്ലീൻ ആക്കി വെക്കും. എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാല് മൊത്തത്തിൽ പണിയാവൂലോ. ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് ചേച്ചി പോയി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാലും എന്റെ പണി തീരില്ല കേട്ടോ. ഇതാ പില്ലോ കവർ ബെഡ്ഷീറ്റ് എല്ലാം കഴുകാനിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ അതെല്ലാം വിരിക്കണ്ടേ. ഇതാ ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ, മുണ്ടാന്നും പറഞ്ഞ് പില്ലോ കവർ കൊടുത്തുള്ള നിപ്പാണ് കേട്ടോ. അത് മോളിലുള്ള കാര്യങ്ങള് മോളിൽ നിന്ന് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം റൂമിലുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ചെടിച്ചട്ടിയെല്ലാം പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം. താഴെയും കുറച്ചധികം ചെടിച്ചട്ടികളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതെല്ലാം അറേഞ്ച് ചെയ്യണം. എന്തായാലും മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്.